സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം വൈകുന്നതിൽ സംസ്ഥാന പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടെന്ന് കോടതി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴക ഒഴിവിലേക്ക് വീണ്ടും നിയമനം നടത്തും. ഈഴവ സമുദായക്കാരെ തന്നെ കഴക പ്രവൃത്തിയിലേക്ക് നിയമിക്കുമെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ. മണലൂരിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളായ അച്ഛനും മകനും ജീവപര്യന്തം തടവ്. തിരുത്തിയിൽ വേലുക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്കേറ്റു. ചിറ്റണ്ട തലശ്ശേരിയിൽ കാട്ടുപന്നികൾ കാറിന് കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. ദേവസംഗമ ഭൂമിയായി ആറാട്ടുപുഴ. പുരാവേശത്തിൽ അലിഞ്ഞ് 10,000. തൃപ്രയാർ തേവർക്ക് ഇന്ന് ഉത്രം വിളക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനാകണം, രാഷ്ട്രീയക്കാരനായാലേ നല്ല ജനപ്രതിനിധി ആവാൻ കഴിയൂ എന്ന് മുരളീധരൻ. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ അന്വേഷണം വൈകുന്നതിൽ സംസ്ഥാന പോലീസ് അന്വേഷണത്തെ വിമർശിച്ച് ഹൈക്കോടതി. 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു. ഇഡി വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ഇങ്ങനെ പോയാൽ കേസ് CBIക്ക് കൈമാറേണ്ടി വരുമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇഡി കൊണ്ടുപോയതുകൊണ്ടാണ് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. സംസ്ഥാന പോലീസ് അന്വേഷണം വൈകുന്നതിനെതിരായ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസ് അന്വേഷണത്തിന് ഒറിജിനൽ രേഖകൾ തന്നെ വേണമെന്ന് സംസ്ഥാന സർക്കാർ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. അന്വേഷണം വൈകുന്നതിന് വിചിത്രമായ വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴക ഒഴിവിലേക്ക് വീണ്ടും നിയമനം നടത്തും. ഈഴവ ഉദ്യോഗാർത്ഥിയെ തന്നെയാണ് വീണ്ടും കഴക പ്രവൃത്തിയിലേക്ക് നിയമിക്കുന്നത്. വിവാദങ്ങളെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശി ബാലു കഴക പ്രവൃത്തി രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം നടത്താൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടപടി ആരംഭിച്ചത്. ചേർത്തല സ്വദേശി KS അനുരാഗിനെയാണ് കഴകക്കാരനായി നിയമിക്കാൻ റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്വൈസ് മെമ്മോ നൽകിയത്. അതേസമയം കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക ജോലിയുമായി ബന്ധപ്പെട്ട് തന്ത്രിമാർ ആവശ്യപ്പെടുന്ന ജാതി പരിഗണന അംഗീകരിക്കില്ലെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KP മോഹൻദാസ് പറഞ്ഞു. നിയമം അനുശാസിക്കുന്ന ജാതി സംവരണം നടപ്പാക്കുമെന്നും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അറിയിച്ചു. മണലൂരിൽ റബീഷ് എന്ന യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. തിരുത്തിയിൽ വേലുക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. 2014 ഏപ്രിൽ 1-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതികളുടെ വീടിന്റെ മുന്നിൽ കൂടെ നടന്നുപോകുകയായിരുന്ന അയൽവാസികളായ റബീഷിനെയും ശോഭിത്തിനെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. റബീഷ് ആശുപത്രിയിൽ വെച്ചും ശോഭിത്ത് പിന്നീട് വാഹനാപകടത്തിലും മരണപ്പെടുകയായിരുന്നു. സാക്ഷികളുടെ മൊഴിയും ശാസ്ത്രീയ തെളിവും സാഹചര്യ തെളിവുകളും അടിസ്ഥാനമാക്കി പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്കേറ്റു. വെറ്റിലപ്പാറ സ്വദേശി ഏലാംപ്ലാശ്ശേരി വീട്ടിൽ ജിമ്മിക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയി തിരിച്ചു വരുന്നതിനിടെ റോഡരികിലെ മരത്തിനടിയിൽ നിന്നിരുന്ന ആന ചിഹ്നം വിളിച്ച് ജിമ്മിക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടുന്നതിനിടെ പിന്നാലെ എത്തിയ ആന ജിമ്മിയെ തുമ്പിക്കൈ കൊണ്ട് തട്ടുകയായിരുന്നു. ഇതോടെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് തെറിച്ചു വീണു. ആന കാട്ടിലേക്ക് തിരിച്ചുപോയ ശേഷമാണ് ജിമ്മി വീട്ടിലേക്ക് തിരിച്ചെത്തി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചിറ്റണ്ട തലശ്ശേരി പാതയിൽ പന്നികൾ കാറിന് കുറുകെ ചാടി അപകടം. വാഹനത്തിന്റെ മുൻവശം തകർന്നു. വരവൂർ വേട്ടാണി കയറ്റത്തിൽ കാട്ടുപന്നികൾ കൂട്ടമായി റോഡിലിറങ്ങി ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് കുറുകെ ചാടുകയായിരുന്നു. പന്നികൾ ഇടിച്ച് കാറിന്റെ മുൻവശം തകർന്നു. എറണാകുളത്ത് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുകയായിരുന്ന യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. അകവളപ്പിൽ രാധാകൃഷ്ണന്റെ 85 വളർത്തു കോഴികളെയാണ്
തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നത്. ഇന്ന് പുലർച്ചെയാണ് മതിൽ ചാടി കടന്നെത്തിയ നായ്ക്കൾ കൂടിന്റെ ഫൈബർ വാതിൽ കടിച്ചു പൊളിച്ച് കോഴികളെ ആക്രമിച്ചത്. നിരവധി കോഴികളെ കടിച്ചുകൊണ്ടുപോയി. മാസങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം നടന്നിരുന്നു. അന്ന് 300 കോഴികളെയാണ് കടിച്ചുകൊന്നത്. ആവേശം പെയ്തിറങ്ങി ആറാട്ടുപുഴ പൂരം. ഇന്നലെ രാവിലെ മുതൽ പൂരാവേശത്തിലായിരുന്നു ആറാട്ടുപുഴ. ഭൂമിയിലെ ദേവസംഗമം കാണാൻ 10,000-ങ്ങൾ ആറാട്ടുപുഴയിലേക്ക് ഒഴുകിയെത്തി. രാത്രി 8:30-ഓടെയായിരുന്നു ആറാട്ടുപുഴ ധർമ്മശാസ്താവിന്റെ എഴുന്നള്ളത്ത്. നേരം പുലരുവോളം ആറാട്ടുപുഴയുടെ മുൻപിൽ ദേവീദേവന്മാരുടെ എഴുന്നള്ളത്തായിരുന്നു. പല സമയങ്ങളിൽ തുടർന്ന മേളപ്പെരുക്കത്തിലലിയാൻ ആസ്വാദകർ തിങ്ങി നിറഞ്ഞു. പൂരം കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിയ തൃപ്രയാർ തേവർക്ക് ഇന്ന് രാത്രി ഉത്രം വിളക്ക് നടക്കും. സേതുകുളത്തിലെ ആറാട്ടിന് ശേഷമാണ് ഉത്രം വിളക്ക് എഴുന്നള്ളിപ്പ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനാകണം, രാഷ്ട്രീയക്കാരനായാലേ നല്ല ജനപ്രതിനിധിയാവാൻ കഴിയൂവെന്ന് മുരളീധരൻ പറഞ്ഞു. ജബൽപൂരിൽ ആക്രമണത്തിനിരയായ ഫാദർ ഡേവിസ് ജോർജിന്റെ സഹോദരന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങൾ എപ്പോഴും തന്നെ സ്തുതിക്കണമെന്ന നിലപാട് ശരിയല്ല. ജനം പ്രതീക്ഷിച്ച ശൈലിയല്ല സുരേഷ് ഗോപിയുടേത്. വിമർശിക്കുന്നവരെ ചീത്ത വിളിക്കുന്നത് രാഷ്ട്രീയക്കാരന് ചേർന്നതല്ല. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വിഷയങ്ങളെ നന്നായി കൈകാര്യം ചെയ്യുന്നുവെന്നും കെ മുരളീധരൻ വിമർശിച്ചു. കേരളത്തിന് പുറത്ത് മുസ്ലിങ്ങളെപ്പോലെ ക്രിസ്ത്യാനികളെപ്പോലെയും BJP ദ്രോഹിക്കുന്നു. കേരളത്തിൽ മാത്രമാണ് വോട്ടിനു വേണ്ടി ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കുന്നത്. ജബൽപൂരിന് പുറമെ ഒഡീഷയിൽ നടന്നതും RSS മുഖപത്രമായ ഓർഗനൈസറിൽ ലേഖനം വന്നതും ഇതിന് ഉദാഹരണമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒരുമിച്ച് കാണാൻ BJPക്കാവുന്നില്ല. വഖഫ് ബില്ലിലൂടെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള ശ്രമം നടന്നു. അടുത്തതായി ക്രിസ്ത്യാനികളുടെ നേർക്കായിരിക്കും ആക്രമങ്ങൾ നടക്കുക. വഖഫ് ബോർഡിൽ അമുസ്ലിമുകളെ വെക്കുന്നത് ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളെ വെക്കുന്നതിന് തുല്യമെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. പത്രത്തിലൊക്കെ നമ്മളെ സ്തുതിച്ചിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ വടിയേറ്റി പോയി. മാധ്യമങ്ങൾ ചില സന്ദർഭത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് ചില തെറ്റുകളുണ്ടാകുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്ന് വിചാരിച്ച് അവരെ കാണുമ്പോൾ വാതിലടയ്ക്കുക, അവരെ കാണുമ്പോൾ ഓടിപ്പോവുക, അവരെ ചീത്ത വിളിക്കുക, ഹൂ അറിയുമെന്ന് ചോദിക്കുക, അതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല. രാജീവ് ചന്ദ്രശേഖരനൊക്കെ നന്നായിട്ട് പെരുമാറുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പരാതിയില്ലല്ലോ. പക്ഷേ ഒരു കേന്ദ്രമന്ത്രി ആ രീതിയിൽ പെരുമാറിയത് മോശമാണ്. പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഒരു പൊളിറ്റിക്കൽ ഫീൽഡിൽ നിന്ന് വന്നതല്ല. പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ നല്ല മെയ്വഴക്കത്തോടുകൂടെ കാര്യങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആശയങ്ങൾ ശരിയോ തെറ്റോ അത് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ല. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. നേരെ മറിച്ച് വിമർശിക്കുമ്പോൾ അവരെ ചീത്ത വിളിക്കുന്ന ഏർപ്പാട് ഒരു രാഷ്ട്രീയക്കാരനും ചേർന്നതല്ല. കാലടിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പാവറട്ടി സ്വദേശി നീലങ്കാവിൽ മുട്ടിക്കൽ ആന്റണിയുടെ മകൻ ബെന്നിയാണ് മരിച്ചത്. മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. ദേശീയപാത കുതിരാൻ തുരങ്കത്തിന് സമീപം വീണ്ടും ശുചിമുറി മാലിന്യം തള്ളി. പലതവണ ശുചിമുറി മാലിന്യം തള്ളിയിട്ടും വാഹനത്തെ പിടികൂടാൻ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. ഇരിങ്ങാലക്കുട മാടായിക്കോണത്തെ പാടശേഖരത്തിൽ നിന്നും എക്സൈസ് കഞ്ചാവ് ചെടി കണ്ടെത്തി. മുരിയാട് കായലിന്റെ തെക്കേ കോൾപ്പാടം കുടിലിങ്ങപ്പടവ് മോട്ടോർ ഷെഡിന്റെ സമീപത്ത് നിന്നാണ് 72 സെന്റിമീറ്റർ ഉയരത്തിലുള്ള കഞ്ചാവ് ചെടി ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയത്. കഞ്ചാവ് ചെടി കണ്ടെത്തിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ EP ദിബോസ്, A സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർ കർണ അനിൽകുമാർ എന്നിവരും ഉണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെ മൗനം പാലിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ UDF വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഓട്ടുപാറ ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. മാർച്ച് മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. UDF വടക്കാഞ്ചേരി നിയോജകമണ്ഡലം ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ NR സതീശൻ, K അജിത് കുമാർ, PJ രാജു, രാജേന്ദ്രൻ അരങ്ങത്ത്, ഷാഹിദ റഹ്മാൻ, CV കുര്യാക്കോസ്, PG ജയദീപ്, സെലക്ട് മുഹമ്മദ്, ബിജു ഇസ്മായിൽ, SAA ആസാദ്, നഗരസഭ തുടങ്ങിയവർ പങ്കെടുത്തു.
പട്ടികവർഗത്തിൽപ്പെട്ട യുവാവിനെ തടഞ്ഞു നിർത്തി വെട്ടുകത്തികൊണ്ട് കാലിൽ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ 4 വർഷവും 1 മാസവും കഠിന തടവിനും 40,500 രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. വെള്ളിക്കുളങ്ങര സ്വദേശി മേനാച്ചേരി വീട്ടിൽ ജോയിയാണ് SC/ST സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ കമനീസ് ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷവും 1 ആഴ്ചയും അധിക തടവും അനുഭവിക്കേണ്ടി വരും. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാകും. പിഴത്തുക പരിക്കേറ്റ സന്തോഷിന് നൽകണം. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് AK കൃഷ്ണൻ കോടതിയിൽ ഹാജരായി. ലഹരി ഉപയോഗം വിദ്യാർത്ഥികളിൽ പോലും കൊലപാതക പ്രവണത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ലഹരി ഉപയോഗത്തിനും ലഹരി മാഫിയകൾക്കുമെതിരായി CPM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി മെയ് 4-ന് നടത്തുന്ന ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏരിയ കമ്മിറ്റി അംഗം MN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KB ജയൻ, പത്മം വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും മാരകമായ വിധത്തിൽ കൊലപാതകങ്ങൾ നടത്താനുള്ള ഒരു സംഭവമല്ല. പക്ഷെ എന്നിട്ടും അത് സംഭവിക്കുന്നു എന്നുള്ളത് കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയുടെ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിച്ച യാർഡിൽ തീപിടുത്തം. ചെറുകുന്ന് റോഡരികിലുള്ള യാർഡിൽ പഴയ ബിറ്റുമിൻ സ്റ്റോറേജ് ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത്. വിവരമറിഞ്ഞെത്തിയ അഗ്നിരക്ഷാ പ്രവർത്തകർ 2 മണിക്കൂറോളം കഠിന പ്രയത്നത്തിലൂടെയാണ് തീയണച്ചത്. പെരുമ്പിലാവുകാരൻ ഇന്ന് മറ്റുള്ളവരോട് പറയാൻ നാണക്കേടാവുകയാണെന്ന് ഗാനരചയിതാവ് BK ഹരിനാരായണൻ. പെരുമ്പിലാവ് ലഹരി മാഫിയയുടെ ഹബ്ബായാണ് കേരളത്തിൽ അറിയപ്പെടുന്നതെന്ന് ഹരിനാരായണൻ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു ഹരിനാരായണൻ. ജില്ലയിലെ ചാമ്പ്യന്മാരായിരുന്നു. അങ്ങനെയുള്ള പെരുമ്പിലാവ് നമുക്ക് സങ്കടം തോന്നുന്ന രീതിയിൽ ഇപ്പോൾ പലരും മാധ്യമപ്രവർത്തകരൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൊലപാതകം ഉണ്ടായത് നമ്മുടെ നാട്ടിലല്ലേ, നിങ്ങളുടെ നാട്ടിലല്ലേ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു നിർഭാഗ്യം നമ്മൾ ആരും വിചാരിച്ചിട്ടുള്ളതല്ല, നമ്മുടെ ആരുടെയും കാരണം കൊണ്ടുമല്ലാത്ത ഒരു നിർഭാഗ്യം നമുക്ക് സംഭവിച്ചു. നമ്മുടെ നാട്ടിലും നിർഭാഗ്യകരമായിട്ടുള്ള അങ്ങനെ ഒന്ന് സംഭവിച്ചു. അത്തരത്തിലുള്ള ഹബ്ബുകളുടെ പേര് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ പേരും പറയുന്ന ഒരവസ്ഥ ഉണ്ടായി. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണവും കൃഷിനാശവും തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുലർത്തുന്ന അനാസ്ഥയ്ക്കെതിരെ UDF പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആൽത്തറ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ച് വെള്ളിക്കുളങ്ങര പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. UDF പുതുക്കാട് നിയോജക മണ്ഡലം കൺവീനർ സോമൻ മൂത്രത്തിക്കര അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ, മറ്റത്തൂർ മണ്ഡലം UDF കൺവീനർ ഷാഫി കല്ലുപറമ്പിൽ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലി കിളിയമണ്ണിൽ, രാജു തളിയപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജന്മശതാബ്ദിയുടെ നിറവിലെത്തിയ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ VK കൃഷ്ണന് ജന്മനാടിന്റെ ആദരം. മരുതയൂർ ശ്രീനാരായണ ഗുരുദേവ യുവജന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത്. ബിൻസുദാസ് വടാശ്ശേരി ആദരം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സുജിത് ഐനപ്പുള്ളി അധ്യക്ഷനായി. അജീഷ് അമ്പാടി, ജിജേഷ് നമ്പാത്ത്, ഷാനു വടാശ്ശേരി, ഷാജി അരയമ്പറമ്പിൽ, ശശികുമാർ വടാശ്ശേരി എന്നിവർ സംസാരിച്ചു. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കവേ പാവറട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പങ്കെടുത്ത യോഗത്തിലെ പ്രത്യേക ക്ഷണിതാവായിരുന്നു കൃഷ്ണേട്ടൻ. പട്ടികജാതി പട്ടികവർഗ ഫണ്ട് വകമാറ്റുന്നതുൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദി ജനജാഗരണ യാത്ര നടത്തും.
കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ധർണ നടത്തുമെന്നും ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ, ഷൈനു, മധുസൂദനൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ തൃശൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന മാർച്ചിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ പറഞ്ഞു. അഡ്വക്കേറ്റ് PU അലി, മുസ്തഫ സഖാഫി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിഷുവിശേഷങ്ങളുമായി ഇനി കണി കാണും നേരം. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന വിഷു ആഘോഷത്തിലെ പ്രധാന ചടങ്ങാണ് കണി കാണൽ. കണിയൊരുക്കുന്നതിന് പ്രധാനമായ കണിവെള്ളരി വിളവെടുക്കുന്ന തിരക്കിലാണ് കർഷകർ. സ്വർണ്ണ നിറമാർന്ന കണിവെള്ളരിക്ക് വിഷുക്കണിയിൽ സവിശേഷ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ വിഷുവിന് മുൻപേ വിളവെടുക്കാനായി ഫെബ്രുവരി മാസം ആദ്യം വെള്ളരി കൃഷി ആരംഭിക്കും. മണ്ണൊരുക്കാം കൂട്ടരേ, മനസ്സൊരുക്കാം കൂട്ടരേ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ, മുന്നേറാം കൂട്ടരേ. 4 നൂറ്റാണ്ടുകാലമായി കണിവെള്ളരി കൃഷി ചെയ്യുന്നയാളാണ് പുല്ലഴി സ്വദേശിയായ ആലാട്ട് ചന്ദ്രൻ. ലാഭം മാത്രം നോക്കിയല്ല ഈ കർഷകൻ വെള്ളരി കൃഷി ചെയ്യുന്നത്. വിഷുവിന് കുറേ പേർക്കെങ്കിലും കണി കാണാൻ നാടൻ വെള്ളരി ലഭ്യമാക്കുക എന്നതാണ് ഈ കർഷകന്റെ ആഗ്രഹം. ജൈവ രീതിയിൽ ചെയ്യണ കാരണം കൊണ്ട് ഏറ്റവും പുല്ലും കാടായിട്ടുള്ള രീതിയാണ്. അത് ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുല്ലിനെ ഇതിൽ വളർത്തുന്നത്. നേരിട്ട് കാണാൻ കൂടുതൽ പൂമ്പാറ്റകളും ചെറിയ പ്രാണികളും നിറച്ചിതിലുണ്ടാവും. പക്ഷേ വെള്ളരിക്ക് യാതൊരു ദോഷം കാണുന്നില്ല. കൂടുതൽ ജൈവ കൃഷി എന്നുള്ള ആകർഷണം എല്ലാവർക്കും തോന്നുന്നതും ഞാൻ ചെയ്യുന്ന രീതിയും 100% ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. ഫെബ്രുവരി ആദ്യവാരം മണ്ണൊരുക്കി വിത്തുപാകും. മുളച്ചു പൊന്തിയ ചെടികൾ ചാണകപ്പൊടിയിട്ട് നനച്ച് പരിപാലിക്കും. 2 മാസം ആവുമ്പോഴേക്കും വള്ളിപ്പടർപ്പുകളിൽ ഇലകൾക്കിടയിലായി കണിയൊരുക്കാൻ പാകത്തിൽ സ്വർണ്ണവർണ്ണമായിട്ടുണ്ടാകും വെള്ളരികൾ. വിഷുവിന് 4-5 ദിവസം മുൻപേ കുടുംബത്തോടൊത്ത് വെള്ളരി വിളവെടുക്കും. കുട്ടികളും കൂട്ടുകാരുമൊത്തുള്ള വിളവെടുപ്പ് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ്. വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണി കാണുന്നതിനുള്ള കണി വെള്ളരിക്കുക. അത് ആവശ്യത്തിന് ജനങ്ങൾക്ക് എത്തിക്കുന്നതിനുള്ള ചന്ദ്രേട്ടൻ്റെ ആ കഠിന പ്രയത്നം ഇവിടെ സഫലമാവുകയാണ്. രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ജൈവകൃഷിയിലൂടെ ഉണ്ടാകുന്ന ഈ വെള്ളരി ആവശ്യക്കാർക്ക് കൊടുക്കാൻ തികയാറില്ല. എങ്കിലും കുറേ കുടുംബങ്ങളുടെ വിഷുക്കണിയൊരുക്കത്തിൽ ഇടം പിടിക്കുന്നുണ്ടല്ലോ താൻ നട്ടുനനച്ചുണ്ടാക്കിയ വെള്ളരി എന്ന സന്തോഷമാണ് ഈ കർഷക മനസ്സിൽ. തണലു തീർക്കാൻ കുടനിവർത്തി മരങ്ങൾ നിൽക്കും മണ്ണിത്, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ, മുന്നേറാം കൂട്ടരേ. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. ചാലക്കുടി നഗരത്തിലിറങ്ങിയ പുലി കാണാമറയത്ത് തുടരുന്നു. പുലിയെ പിടികൂടാൻ നാളെ സംയുക്ത പരിശോധന നടക്കും. പുഴ കടന്നാണ് പുലി എത്തിയതെന്നാണ് സംശയിക്കുന്നത്. ഇതിനാൽ തന്നെ ചാലക്കുടി പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശോധനയിൽ നിരവധി സംഘങ്ങളുണ്ടാകും. പുലിയെ ആദ്യമായി കണ്ടത് കണ്ണമ്പുഴ റോഡിലെ വീട്ടുവളപ്പിലാണ്. CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. ഇതിന് പിന്നാലെ പലയിടത്തും പുലിയെ കണ്ടതായി അഭ്യൂഹം പരന്നു. പുലിയെ പിടികൂടാനാകാത്തതിനാൽ ചാലക്കുടി നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഭീതിയിലാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. പത്നി അനഘയോടൊപ്പം രാവിലെ 7 മണിയോടെയാണ് ഗവർണർ ഗുരുവായൂരിൽ എത്തിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലും ഗവർണർ ദർശനം നടത്തി. മുല്ലശ്ശേരി താണവീതി മാടായിക്കൽ റോഡ് നിർമ്മാണം തുടങ്ങി. FDR സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന ജില്ലയിലെ ആദ്യ റോഡാണിത്. PMGSY പദ്ധതിയിൽ 2.38 കോടി രൂപ ചെലവിട്ടാണ് 8 മീറ്റർ വീതിയിൽ റോഡ് പുനർനിർമ്മിക്കുന്നത്. മുല്ലശ്ശേരി സെന്റർ മുതൽ മാടായിക്കൽ
പാലം വരെ 2 കിലോമീറ്ററിലധികം നീളത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 8 മീറ്റർ വീതി കൂട്ടിയാണ് റോഡ് നിർമ്മിക്കുന്നത്. ആവശ്യമായ സ്ഥലങ്ങളിൽ പാർശ്വഭിത്തി കെട്ടുന്ന ജോലി നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. 5 വർഷം ഗ്യാരണ്ടിയോടുകൂടിയാണ് റോഡ് നിർമ്മിക്കുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടും. റോഡ് നിർമ്മാണം പൂർത്തിയായാൽ മുല്ലശ്ശേരി കാഞ്ഞാണി റോഡിൽ നിന്ന് പറപ്പൂർ അമല റോഡിലേക്കുള്ള മികച്ച ലിങ്ക് റോഡായി ഇത് മാറും. മതിലകം സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. ക്ലബ് അംഗമായ നടൻ സൗബിൻ ഷാഹിറിന് ജന്മനാടിന്റെ ആദരം നൽകുമെന്ന് ഭാരവാഹികളായ KK റെനീസ്, മുഹമ്മദ് അബ്ദുൽ ഖാദർ, ES നിയാസ് തുടങ്ങിയവർ പറഞ്ഞു. തിരുവിലാമല പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശം ആരംഭിച്ചു. പനാവൂർ മന പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. അഷ്ടബന്ധ നവീകരണ കലശം ഞായറാഴ്ച സമാപിക്കും. വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി കമ്മിറ്റി ഏർപ്പെടുത്തിയ വയലാർ രാമവർമ്മ സ്മാരക പ്രഥമ യുവകാവ്യ പുരസ്കാരം അമൃത കേളകത്തിന്റെ 2 ഇലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന കാവ്യസമാഹാരം അർഹമായി. കവി അമൃത കേളകം കണ്ണൂർ കേളകം സ്വദേശിയാണ്. പ്രശസ്തി പത്രവും ഫലകവും 3333 രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. വയലാർ ശരത്ചന്ദ്രവർമ്മ, മാധവൻ പുറച്ചേരി, ആലങ്കോട് ലീലാകൃഷ്ണൻ, EM സതീശൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡിന് തെരഞ്ഞെടുത്തത്. 19-ന് ഉച്ചതിരിഞ്ഞ് 4-ന് വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി CPI ഓഫീസ് ഹാളിൽ ചേരുന്ന വയലാറിന്റെ 97ാം ജന്മവാർഷികാഘോഷ സമ്മേളനത്തിൽ പുരസ്കാരം സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ലൈബ്രറി പ്രസിഡന്റ് EM സതീശൻ, സെക്രട്ടറി MU കബീർ, ട്രഷറർ MA വേലായുധൻ എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പ്രഥമ പാർക്കായ ബ്ലൂ പേൾ ഹാപ്പിനെസ് പാർക്ക് തുറന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയൂബ്, CC ജയ, PA നൌഷാദ്, വാർഡംഗം മിനി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. എന്നാൽ നമ്മുടെ അതിന്റെ വ്യവസായ സാധ്യതയ്ക്കനുസരിച്ച് നമ്മളത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രമാത്രം നമ്മളൊരു ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ കഴിയും. അത് പലപ്പോഴും പലതരം വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടതാണ്. ഒന്ന്, മറ്റ് പ്രദേശങ്ങളില്ലാത്തൊരു പ്രത്യേകത നമ്മുടെ കടലാക്രമണം താല്പര്യം കൂടുതലുള്ള പ്രദേശങ്ങളൊന്നായി. ഞാൻ തൊട്ടടുത്ത ദിവസം പുറത്തൊരു വിസിറ്റിന് പോയപ്പോൾ അവിടെ കടൽ നല്ലവണ്ണം വെള്ളകുന്നുണ്ട്. മെഡിറ്ററേനിയൻ സീ. തൃശൂരിൽ ക്യോക്യുഷിൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് നടന്നു. സെൻസായി ഭാസ്കരൻ നേതൃത്വം നൽകി. നന്ദന, ആർഷ, നിരുപമ, ബിഗ്ന, മെർലിൻ, അലീന എന്നിവർക്കാണ് ഗ്രേഡിംഗ് നൽകിയത്. സെൻസായി പ്രതീഷ്, സെൻസായി വിശ്വനാഥൻ, സെൻസായി അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗ്രേഡിംഗ് നടന്നത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ദിവസങ്ങളായി അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന യുവാവിനെ നാട്ടുകാരുടെയും പോലീസിന്റെയും സഹായത്തോടെ ജീവകാരുണ്യ പ്രവർത്തകൻ CL ജേക്കബ് മനോരോഗ ആശുപത്രിയിലേക്ക് മാറ്റി. 20 വയസ്സ് തോന്നിക്കുന്ന യുവാവാണ് മുഷിഞ്ഞ വേഷധാരിയായി ഒരാഴ്ചയിലധികമായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അലഞ്ഞുതിരിഞ്ഞിരുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മൂകമായിരിക്കുന്ന യുവാവ് ഇതര സംസ്ഥാനക്കാരനാണെന്ന് കരുതുന്നു. നാട്ടുകാർ ഭക്ഷണവും വെള്ളവും നൽകാറുണ്ടെങ്കിലും കഴിക്കാറില്ല. ട്രെയിൻ മാർഗം എത്തിപ്പെട്ടതാകാമെന്നാണ് കരുതുന്നത്. കൗൺസിലർ KP ഉദയൻ വിവരമറിയിച്ചതനുസരിച്ച് ടെമ്പിൾ SI PK മുകുന്ദന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. ഇമ്മാനുവൽ ജീവകാരുണ്യ സമിതി ഡയറക്ടർ CL ജേക്കബ് യുവാവിന്റെ മുടി വെട്ടി കുളിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിപ്പിച്ച് നിയമ നടപടികൾ പൂർത്തീകരിച്ച് തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. KP യദുകൃഷ്ണൻ, വിഷ്ണു സുരേന്ദ്രൻ, KP അതുൽ കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പരിസരത്ത് റോഡ് സൈഡില് ഒരു വീടിന്റെ പടിക്കലാണ് ഇരുന്നിരുന്നത്. ഇയാളെ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് KP ഉദയനാണ് വിളിച്ചു പറയുന്നത്, ഇങ്ങനൊരു പയ്യൻ ഇവിടെ കിടക്കുന്നുണ്ട്, പിന്നെ എന്തേലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോലീസൊക്കെ വേണം, അല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല.
അപ്പോൾ അതൊക്കെ ശരിയാക്കി തരാമെന്ന് ഉദയം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് അയാളെടുത്തു, കുളിപ്പിച്ചു, മുടിയൊക്കെ വെട്ടി. ഊമന്റെ മാതിരിയാണ്, മിണ്ടുന്നില്ല, ഊമനാണ്. എന്ത് പറഞ്ഞിട്ടും ആള് മിണ്ടുന്നില്ല. വെള്ളം കുടിച്ചു, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഇപ്പൊ പിന്നെ നമ്മളെടുത്ത് ഇനി ആശുപത്രി കൊണ്ട് ചെക്കപ്പ് നടത്തി CJM കോടതി കയറ്റി അവർക്ക് കടലാസ് കഴിച്ച് പടിഞ്ഞാറക്കോട്ട മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അപ്പോൾ ഉദ്ദേശിക്കുന്നത്. പൊരിവെയിലിൽ തളരുന്ന യാത്രക്കാർക്ക് തുണയായി അധ്യാപക സംഘടനയായ KSTAയുടെ നേതൃത്വത്തിലാണ് യാത്രക്കാർക്കായി തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്തത്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PC സിംല, അജിത പടാരി, ഉപജില്ലാ പ്രസിഡന്റ് OS ഷൈൻ, സെക്രട്ടറി M അഖിലേഷ്, കൺവീനർ പൗർണമി വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. യാക്കോബായ സുറിയാനി സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പഴയന്നൂർ വിശുദ്ധ മാർത്തമറിയം സിംഹാസനപ്പള്ളിയിൽ 3 ദിവസമായി നടന്നുവരുന്ന വെക്കേഷൻ ബൈബിൾ ക്ലാസ് സമാപിച്ചു. വികാരിമാരായ വൈദികർ ഗീവർ കുര്യാക്കോസ് വൈദ്യൻപറമ്പിൽ, തോമസ് നെടിയപ്പാലക്കൽ, കോർ എപ്പിസ്കോപ്പ അബ്രഹാം ചക്കാലക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ 2ാം ഘട്ട പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ET ടൈസൺ MLA അറിയിച്ചു. രാവിലെ 7 മുതൽ 11 മണിവരെ അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള 54 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശത്തെ തെരഞ്ഞെടുത്ത 51 ആക്ഷൻ പോയിന്റുകളിലാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിക്കുന്നത്. മതിലകം പൊക്ലായ് ബീച്ചിൽ 11-ന് രാവിലെ 7 മണിക്ക് ET ടൈസൺ MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ കളക്ടറും പദ്ധതിയുടെ കോർഡിനേഷൻ ചെയർമാനുമായ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയാകും. ജില്ലയിലെ മറ്റു കേന്ദ്രങ്ങളിൽ അതത് പഞ്ചായത്ത് പ്രതിനിധികൾ നേതൃത്വം നൽകും. മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക പ്രവർത്തകർ, വിവിധ സർക്കാർ വകുപ്പുകൾ തുടങ്ങി ബഹുജന പങ്കാളിത്തത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും MLA പറഞ്ഞു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് TS രാജു, ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് PD ലിസി, അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C സീമ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. റംസാൻ അവധിക്ക് ശേഷം മദ്രസകളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള വിദ്യാരംഭം നടന്നു. മുല്ലക്കര മുസ്ലിം മഹൽ ജമാഅത്തിലെ റിയാളുൽ ഉലും മദ്രസയിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെയും മദ്രസ ഓഫീസിന്റെയും ഉദ്ഘാടനം മഹല്ല് ഖത്തീബ് അബ്ദുൾ കബീർ നിസാമി നിർവഹിച്ചു. തുടർന്ന് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. മഹല്ല് ട്രഷറർ ഷജീബുദ്ദീൻ തറയിൽ നവാഗതരെ ഉപഹാരം നൽകി സ്വീകരിച്ചു. സദർ മുഅലിം നൌഷാദ് സൈദി അധ്യക്ഷത വഹിച്ചു. മഹല്ല് അസിസ്റ്റന്റ് ഇമാം അമീൻ അദനി, സെക്രട്ടറി KM മൊയ്തീൻ, ജോയിന്റ് സെക്രട്ടറി സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കവിയും ഗാനരചയിതാവുമായിരുന്ന P സലീം രാജിന്റെ 1ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ സമ്മേളനം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് VD പ്രേംപ്രസാദ് അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ സമിതി ചെയർപേഴ്സൺ PI സജിത, കൺവീനർ അരവിന്ദൻ പണിക്കശ്ശേരി, പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി സുൽഫിക്കർ, കമ്മിറ്റി അംഗങ്ങളായ EP ശശികുമാർ, VR ഷീമ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി നഗരസഭയിലെ അകമല പട്ടാണിക്കാട് ജനവാസ മേഖലയിൽ ലൈസൻസോ മറ്റനുമതികളോ ഇല്ലാതെ കഴിഞ്ഞ 8 മാസമായി പ്രവർത്തിക്കുന്ന അനധികൃത നായ വളർത്തൽ കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന് വടക്കാഞ്ചേരി നഗരസഭ പാർലമെന്ററി പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു. വലിയ തുക വാങ്ങി സ്വകാര്യ ഉടമകളുടെ നായ്ക്കളെ ഇവിടെ സംരക്ഷിക്കുകയും മൃഗസംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാർ ഗ്രാന്റ് തട്ടിയെടുക്കുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം നായ വളർത്തൽ കേന്ദ്രം സന്ദർശിച്ചു. 3 കൂട്ടിലായി തിങ്ങി നിറച്ചാണ് നായ്ക്കളെ പാർപ്പിച്ചിരിക്കുന്നതെന്നും ഇത് കാരണം അവ പരസ്പരം ആക്രമിച്ച് ചത്തൊടുങ്ങുന്നുവെന്നും കടിച്ചു മരിക്കുന്നുണ്ടെന്നും അജിത് കുമാർ പറഞ്ഞു. DCC സെക്രട്ടറി PG രാജു, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ശശി മംഗലം തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു.
ഇത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവിടെ ഈ പട്ടികവർഗ കേന്ദ്രം പ്രവർത്തിക്കുകയാണ്. നിരവധി തവണ നഗരസഭയിൽ പരാതി നൽകുകയും ഇതിനെതിരെ സർക്കാരിൽ സമീപിക്കാവുന്ന എല്ലാ ഏജൻസികളെയും സമീപിക്കുകയും ചെയ്തിട്ടും ഇതിവിടെ നിലകൊള്ളുകയാണ്. കഴിഞ്ഞ മയക്കുമരുന്നിനെതിരെ ചേർന്ന യോഗത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ വരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇവിടെ വലിയൊരു വ്യവസായമാണ് നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും കൂട്ടുചേർന്നുകൊണ്ടുള്ള വലിയൊരു കച്ചവടമാണ് നടക്കുന്നത്. ലഹരിക്കെതിരെ മുദ്രാവാക്യവുമായി തൃശൂർ ജവഹർ ബാലഭവനിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്വരാജ് റൗണ്ടിൽ റാലി നടത്തി. നിരവധി പേർ റാലിയുടെ ഭാഗമായി. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. ബാലഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ്, ASI സനീഷ് ബാബു, ബാലഭവൻ കോർഡിനേറ്റർ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും മധുര ഗുരുവായൂർ മധുര എക്സ്പ്രസിൽ നിലവിലുള്ള ICF കോച്ചുകൾക്ക് പകരം CBC കപ്ലിങ്ങുകളോട് കൂടിയ കോച്ചുകൾ ഏർപ്പെടുത്താനും 4 ജനറൽ കോച്ചുകൾ സ്ലീപ്പർ കോച്ചുകളായി മാറ്റാനുമുള്ള റെയിൽവേ തീരുമാനം പിൻവലിച്ചു. നിലവിൽ 14 കോച്ചുകളോട് കൂടിയാണ് ഈ ട്രെയിൻ ഓടുന്നത്. അതിൽ 1 AC-യും 2 സ്ലീപ്പറുമാണ്. രാവിലെ ഗുരുവായൂരിൽ നിന്നും എറണാകുളം വരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ധാരാളം സ്ഥിരം യാത്രികർ ആശ്രയിക്കുന്ന ട്രെയിനിൽ 18 കോച്ചുകൾ വേണമെന്ന് ദീർഘകാലമായി ആവശ്യം ഉയരുന്നുണ്ട്. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 2160 രൂപയുടെ വർധനയാണ് ഇന്നുണ്ടായത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 68,480 രൂപയിലെത്തി. ഗ്രാമിന് 270 രൂപ വർദ്ധിച്ച് 8,560 രൂപയിലെത്തി. ഇന്നലെ പവന് 520 രൂപ വർദ്ധിച്ചിരുന്നു. 5 ദിവസത്തിനുള്ളിൽ പവന് 2,680 രൂപയുടെ ഇടിവിന് ശേഷമാണ് ഇന്നലെ 520 രൂപയുടെ വർധനവ്. ഇതിന് ശേഷമാണ് ഇന്ന് ഒറ്റയടിക്ക് 2,160 രൂപയുടെ വർധനവുണ്ടായത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,560 രൂപ, പവന് 68,480 രൂപ. വെള്ളി ഗ്രാമിന് 102 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,227 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസന്വേഷണം വൈകുന്നതിൽ സംസ്ഥാന പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടെന്ന് കോടതി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴക ഒഴിവിലേക്ക് വീണ്ടും നിയമനം നടത്തും. ഈഴവ സമുദായക്കാരെ തന്നെ കഴക പ്രവൃത്തിയിലേക്ക് നിയമിക്കുമെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ. മണലൂരിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളായ അച്ഛനും മകനും ജീവപര്യന്തം തടവ്. തിരുത്തിയിൽ വേലുക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്കേറ്റു. ചിറ്റണ്ട തലശ്ശേരിയിൽ കാട്ടുപന്നികൾ കാറിന് കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. ദേവസംഗമ ഭൂമിയായി ആറാട്ടുപുഴ, പൂരാവേശത്തിൽ അലിഞ്ഞ് 10,000. തൃപ്രയാർ തേവർക്ക് ഇന്ന് ഉത്രം വിളക്ക്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനാകണം, രാഷ്ട്രീയക്കാരനായാലേ നല്ല ജനപ്രതിനിധിയാവാൻ കഴിയൂവെന്ന് മുരളീധരൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.